വാലി ഓഫ് ഫ്ലവേഴ്സ് ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് വസന്തം വിരുന്നെത്തുന്ന ഈ താഴ്വരയുള്ളത്. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ 600ഓളം ഇനം പൂക്കളും ചെടികളും ഔഷധ ചെടികളുമൊക്കെ ചേർന്നൊരുക്കുന്ന ഒരു കാഴ്ച വസന്തം തന്നെയാണ്. ഇത് കാണാനായി ഇപ്പോൾ ആ വാലിയിലേക്ക് ട്രക്കർമാരുടെ ഒഴുക്കാണ്. കാരണം ഈ ഒരു സീസണിൽ മാത്രമേ ഒരു മായിക പുൽത്തകിടിയായ വാലിയിലേക്ക് എത്താനാവൂ. ഒക്ടോബർ മാസത്തോടെ അടച്ചിടുന്ന ദേശീയ ഉദ്യാനം പിന്നെ തുറക്കണമെങ്കിൽ ജൂൺ മാസം വരെ കാത്തിരിക്കണം. പൂക്കളാൽ പുതപ്പ് തുന്നിയിട്ട ഇവിടം ഒരു സുഗന്ധ പുൽത്തകിടി കൂടിയാണ്. പലതരം പൂക്കളുടെ സൗരഭ്യം ചേർന്നൊരുക്കുന്ന കോക്ടെയിൽ സുഗന്ധമുണ്ട് വാലി ഓഫ് ഫ്ലവേഴ്സിന്. ഹിമാലയത്തിലെ ഉയർന്ന കൊടുമുടികളിലൊന്നായ നന്ദാദേവി ഹിൽസിൽ തന്നെയാണ് ഈ സസ്യപ്രപഞ്ചം. അപൂർവ ജന്തുജാലങ്ങളും സസ്യങ്ങളും ഒക്കെ ചേർന്നുള്ള ജൈവ വൈവിധ്യ ഉദ്യാനമായ നന്ദാദേവി നാഷണൽ പാർക്കിനകത്താണ് വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്. ജോഷിമഠിൽ നിന്ന് ഗോവിന്ദ്ഘട്ടിലെത്തി പുൽന ഗ്രാമം വഴി ഗംഗരിയയിലേക്ക് നടന്നു കയറി ഒരു രാത്രി വിശ്രമിച്ച ശേഷമാണ് സാധാരണയായി വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രക്കിംഗ്. ഈ ഗംഗരിയ മുതൽ 4 കിലോമീറ്റർ കാൽനടയായി തന്നെ വേണം വാലിയിലെത്താൻ. മനുഷ്യരെ ചുമന്നു കൊണ്ടുപോകുന്നവരും പിട്ടുവാലകൾ എന്നറിയപ്പെടുന്ന ബാക്ക് പാക്കർമാരായ കൂലികളുമൊക്കെ അത്യാവശ്യക്കാർക്ക് സഹായത്തിനെത്തും. ഒരു സംരക്ഷിത ഉദ്യാനമായതിനാൽ തന്നെ വാലി ഓഫ് ഫ്ലവേഴ്സിൽ കുതിരസവാരിക്ക് ഇപ്പോൾ അനുമതിയില്ല. ഗോവിന്ദ് ധാം എന്നറിയപ്പെടുന്ന ഗംഗരിയ ഗുരുദ്വാര കഴിഞ്ഞ് വാലിയിലേക്ക് നടന്നു കയറുന്ന ഇടത്താണ് പ്രവേശന കവാടം. ഈ ചെക്ക് പോസ്റ്റിൽ പ്രവേശന ഫീസ് അടച്ച് പരിശോധനകൾ കഴിഞ്ഞ് സന്ദർശകരെ കടത്തിവിടും. 200 രൂപയാണ് പ്രവേശന ഫീസ്. പിന്നീട് കുറച്ചു ദൂരം സമതലങ്ങളിലൂടെയുള്ള ഒറ്റയടി പാതയാണ്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നാൽ ഒരു നദി ഒഴുകുന്ന ശബ്ദം കേൾക്കാം. പുഷ്പാവതി നദിയാണത്. പുഷ്പാവതി നദിക്ക് കുറുകെയുള്ള പാലം കടന്നാൽ പിന്നെ വാലിയിലേക്കുള്ള കയറ്റമാണ്. ഗർവാൾ ഹിമാലയത്തിലെ ട്രിപ്പ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന വിശുദ്ധ നദിയാണ് പുഷ്പാവതി. ഈ പേരിനു പിന്നിലും ഐതിഹ്യമുണ്ട്. വനവാസകാലത്ത് പാണ്ഡവർ ഈ നദിയിലൂടെ പൂക്കൾ ഒഴുകി നടക്കുന്നത് കണ്ടു. അതിനാലാണ് പുഷ്പാവതിക്ക് ഈ പേര് കിട്ടിയതെന്നാണ് പുരാണം. പുഷ്പാവതി പിന്നെ താഴെ ബ്യുന്ദർ ഗംഗ നദിയിലും പിന്നീട് ലക്ഷ്മൺ ഗംഗയിലുമൊക്കെ ചേരുന്നുണ്ട്. ലക്ഷ്മൺ ഗംഗ ഗോവിന്ദ്ഘട്ടിൽ വെച്ച് അളകനന്ദ നദിയിൽ ലയിക്കുകയാണ്. പുഴ കടന്ന് പിന്നീട് കുത്തനെയുള്ള മലകയറ്റമാണ്. വൻമരങ്ങൾക്കിടയിലൂടെ കുറച്ചധികം നടന്നു വേണം വാലിയിലെത്താൻ. ഉയരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ പൂക്കളിങ്ങനെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. പൊട്ടൻറ്റില ഇൻഡിക്ക എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കാട്ടു സ്ട്രോബെറിയാണ് പല നിറങ്ങളിലായി പൂവിട്ട് നിൽക്കുന്നത്. നമ്മൾ ഇനിയും വാലിയിലെത്തിയിട്ടില്ല. അല്പദൂരം കൂടിയുണ്ട് മുന്നോട്ട് പോകാൻ. ഉയരത്തിലെത്തുന്നതോടെ താഴ്വാരത്തിൻ്റെ മൊത്തം പച്ചപ്പ് കണ്ണിൽ തെളിയും. പുഷ്പാവതി നദിയും നന്ദാദേവി കുന്നും വാലിയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടും. വിശാലമായ വാലിയിലൂടെ കിലോമീറ്ററുകൾ തന്നെ നടക്കാനാവും. എവിടെ നോക്കിയാലും പൂക്കളാണ്. ഓരോ ആഴ്ചയിലും വിവിധ പൂക്കൾ കൂട്ടത്തോടെ വിരിയുന്നതിനാൽ മൺസൂണിൽ വാലി ഓഫ് ഫ്ലവേഴ്സിന് നിറം മാറിക്കൊണ്ടേയിരിക്കും. വാലിയിൽ ആദ്യം പൂക്കുന്നത് ബ്ലൂ പോപ്പിയാണ്. ക്യൂൻ ഓഫ് ഹിമാലയൻ ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന ബ്ലൂ പോപ്പി താഴ്വരയാകെ നീല വസന്തം തീർത്തിരിക്കുന്നു. കാഴ്ചയിലെ ഭംഗിയും ഔഷധ ഗുണവുമെല്ലാം പരിഗണിക്കുമ്പോൾ ബ്ലൂ പോപ്പി ശരിക്കും ആൽപൈൻ പൂക്കളുടെ രാജ്ഞി തന്നെയാണ്. എന്നാൽ വാലിയിലെ പൂക്കളുടെ രാജാവ് ബ്രഹ്മകമലമാണ്. ഉത്തരാഖണ്ഡിൻ്റെ ഔദ്യോഗിക സംസ്ഥാന പുഷ്പമാണ് ബ്രഹ്മകമലം. അമൂല്യവും വിശുദ്ധവുമായി കണക്കാക്കപ്പെടുന്ന ബ്രഹ്മകമലം കാണാനായി മാത്രം വാലിയിലെത്തുന്ന പരിസ്ഥിതി സ്നേഹികളുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 3700 മീറ്റർ ഉയരത്തിൽ മാത്രമേ ഇവ കാണപ്പെടുകയുള്ളൂ.
വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരിയുന്ന, രാത്രിയുടെ നിഗൂഢതയിൽ വിരിയുന്ന അപൂർവമായൊരു അംബുജം. അതാണ് ബ്രഹ്മകമലം. ഇന്നിപ്പോൾ അവയെ നേരിൽ കാണണമെങ്കിൽ നിങ്ങൾക്ക് വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് തന്നെ വരേണ്ടി വരും. ഇനി നീൽക്കമൽ എന്ന നീലത്താമര വിരിയുന്നതും ഇതേ താഴ്വരയുടെ ഉയരങ്ങളിലാണ്. അത്യപൂർവമായ പൂക്കളാണവ. പിന്നെ ഹിംകമൽ എന്ന മഞ്ഞുതാമര. ഇങ്ങനെ എത്രയെത്ര അപൂർവ പൂക്കളാണെന്നോ ഈ താഴ്വാരത്ത് സഞ്ചാരികളെ മുഖം കാണിക്കാനായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്. വാലിയിലേക്കുള്ള വഴിയിൽ തന്നെ കണ്ടു തുടങ്ങുന്ന കോബ്ര ലില്ലി, ഹിമാലയൻ എഡൽവൈസ് എന്ന വെൽവെറ്റ് പൂക്കൾ, താഴ്വരയെ മഞ്ഞ് പുതപ്പിക്കുന്ന വാസുകി അഥവാ മാർഷ് മരിഗോൾഡ്, നീലപ്പൂക്കളിലെ കുഞ്ഞൻ താരങ്ങളായ ഹിമാലയൻ ഫോർഗെറ്റ് മീ നോട്ട്, സർപ്പഗന്ധി വർഗത്തിൽപ്പെട്ട വേംവുഡ് പൂക്കൾ. ഇങ്ങനെ വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ പേര് അന്വർത്ഥമാക്കുന്ന പലതരം പൂക്കളാൽ സമൃദ്ധമായൊരു താഴ്വാരം. സത്യത്തിൽ ഇത് പൂക്കളുടെ താഴ്വാരം മാത്രമല്ല, ഔഷധ സസ്യങ്ങളുടെ കലവറ തന്നെയാണ്. പല ചെടികളെക്കുറിച്ചും ഇപ്പോഴും പഠനങ്ങൾ നടന്നു വരുന്നേയുള്ളൂ. പല സസ്യങ്ങളും ലോകത്ത് മറ്റൊരിടത്തും ഇല്ല. വലിയ മരങ്ങളായും കുറ്റിച്ചെടികളായും വാലിയിൽ അതിരു തീർക്കുന്ന റോഡോഡെൻഡ്രോണുകൾ കാണാം. മഞ്ഞിൽ വിരിയുന്ന ഈ കാട്ടു റോസാപ്പൂക്കൾ അറിയപ്പെടുന്നത് സ്നോ റോസ് എന്നാണ്. 4 ഇനം റോഡോ ചെടികൾ ഇന്നിവിടെ കാണാനാവും. അതിൽ 2 ഔഷധ ഗുണമുള്ളവയും 2 വിഷച്ചെടികളുമാണ്. പൂക്കളുടെ താഴ്വരയ്ക്ക് പുരാണങ്ങളോളം ചരിത്രമുണ്ട്. ലങ്കായുദ്ധത്തിൽ പരിക്കേറ്റ ലക്ഷ്മണന് സഞ്ജീവനി മൂലിക തേടി ഹനുമാൻ എത്തിയത് ഇവിടെയാണെന്നാണ് പുരാണം. പ്രാദേശികമായി ഉപയോഗിച്ചു വരുന്ന പലതരം ഔഷധ ചെടികൾ വേറെയുമുണ്ട്. മുടി വളരാനായി ബാൽച്ചെടി, മുറിവുണക്കാനായി ഹാത്താച്ചെടി, പ്രമേഹ രോഗികൾ ഉപയോഗിച്ചു വരുന്ന കേദാർ ചെടി എന്നിവ ഇവയിൽ ചിലത് മാത്രമാണ്. നന്ദാദേവി ഹിൽസിൽ നിന്നും ചമോലി ജില്ലയിലെ ഉയർന്ന കൊടുമുടികളിൽ നിന്നുമായി തദ്ദേശീയർ ശേഖരിക്കുന്ന മറ്റൊരു അപൂർവ വസ്തുവാണ് കീട ജേഡി. തിബറ്റൻ പ്രാദേശിക ഭാഷയിൽ യാർസ ഗുംബ എന്ന് വിളിക്കപ്പെടുന്ന അപൂർവ ഔഷധമാണിത്. യഥാർത്ഥത്തിൽ ഇതൊരു കാറ്റർപില്ലർ ഫംഗസാണ്. ഉയർന്ന ഔഷധ ഗുണമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇവയ്ക്ക് ലക്ഷങ്ങളാണ് മൂല്യം കണക്കാക്കപ്പെടുന്നത്. മഞ്ഞ് മൂടിക്കിടക്കുന്ന ഹിമാലയൻ കുന്നുകളിൽ കാണപ്പെടുന്ന ഗോസ്റ്റ് മോത്ത് എന്നറിയപ്പെടുന്ന നിശാശലഭത്തിൻ്റെ ലാർവയാണിത്. ഐസ് മൂടിക്കിടക്കുന്ന മണ്ണിനടിയിൽ കഴിയുന്ന ഈ കാറ്റർപില്ലറുകളിൽ ഒരു തരം ഫംഗസ് ബാധയുണ്ടാകുന്നു. മഞ്ഞുകാലം കഴിയുന്നതോടെ ആ ഫംഗസ് ഒരു കൂണുപോലെ പുറത്തേക്ക് വരുന്നു. ഒരു ചെടിയെന്നോ പുഴുവെന്നോ വിളിക്കാനാവാത്ത വിചിത്ര ജീവി. ഇവയെ ശേഖരിക്കാനായി ജൂൺ ജൂലൈ മാസങ്ങളിൽ ഹിമാലയ താഴ്വാരത്തെ മനുഷ്യർ വീടുകൾ അടച്ചിട്ട് കൂട്ടമായി കൊടുമുടികൾ കയറിപ്പോകും. കാഴ്ചയിൽ ഒരു ചത്ത പുഴുവും അതിൻ്റെ തലയിൽ നിന്ന് മുളച്ചുണ്ടായ കൂണും ചേർന്നതാണ് യാർസ ഗുംബ. ഇന്ത്യയിൽ ഇവ കണ്ടെടുക്കുന്ന അപൂർവ പ്രദേശം കൂടിയാണ് ചമോലിയിലെ ഈ കുന്നുകൾ. ഇതിനൊക്കെ പുറമെ നന്ദാദേവി ഹിൽസും വാലി ഓഫ് ഫ്ലവേഴ്സുമെല്ലാം മറ്റു പല ജീവിവർഗങ്ങളുടെയും സങ്കേതമാണ്. പലതും അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നവയുമാണ്. പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാന മൃഗമായ കസ്തൂരിമാൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയാണ് ഈ പുൽമേടും പാറക്കെട്ടുമെല്ലാം. വാലി ഓഫ് ഫ്ലവേഴ്സിലൂടെ നമ്മൾ ഉല്ലസിച്ച് നടക്കുമ്പോൾ കാറ്റിലൊരു കസ്തൂരി മണം തഴുകിയെത്തിയോ എന്ന് തോന്നും. കണ്ടുകിട്ടാൻ പ്രയാസമാണെങ്കിലും ഹിമാലയൻ മസ്ക് ഡിയർ എന്ന ആ കസ്തൂരി മൃഗത്തെ നമ്മൾ സ്വാഭാവികമായും തിരഞ്ഞു പോകും. നമ്മളൊക്കെ വാലി ഓഫ് ഫ്ലവേഴ്സിൽ പൂക്കൾ കണ്ട് മടങ്ങുമ്പോൾ പ്രകൃതിയുടെ ഉപാസകരായ വന്യജീവി ഫോട്ടോഗ്രാഫർമാർ ഉയർന്ന പാറക്കെട്ടുകൾക്ക് മുകളിലെ പുൽമേടുകളിൽ വസിക്കുന്ന കസ്തൂരിമാനിനെ പകർത്താനായി ദിവസങ്ങളോളം ഈ മേഖലയിൽ തങ്ങാറുണ്ട്. ഇതിനു പുറമെ മഞ്ഞുപുലികൾ എന്ന സ്നോ ലെപ്പേർഡ്സ്, ഹിമക്കരടികൾ എന്നിവയൊക്കെ ഈ പുൽമേടുകളിൽ ഉണ്ട്. ഗംഗരിയ ഗ്രാമത്തിൽ പോലും രാത്രികാലങ്ങളിൽ ഹിമാലയൻ ചെങ്കരടികളും ഏഷ്യൻ കരിങ്കരടികളും എത്താറുണ്ട്. പാറക്കെട്ടുകളിൽ കഴിയുന്ന ഹിമാലയൻ താർ എന്ന കാട്ടാടുകളും ഉയർന്ന മലഞ്ചെരിവുകളിൽ കൂട്ടമായി വസിക്കുന്ന ഭാരൽ എന്ന ബ്ലൂ ഷീപ്പുകൾ അഥവാ നീല ആടുകളുമൊക്കെ വാലി ഓഫ് ഫ്ലവേഴ്സിലെ ജൈവലോകത്തുണ്ട്. പക്ഷികളിൽ ഒട്ടേറെ വൈവിധ്യങ്ങളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് മൊണാൽ ഫെസൻ്റ് എന്ന ഉത്തരാഖണ്ഡിലെ സംസ്ഥാന പക്ഷിയാണ്. കാഴ്ചയിൽ അതിമനോഹരമായൊരു പക്ഷിയാണ് മൊണാൽ. ഇങ്ങനെ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ ഈ കുന്നിൻ ചെരുവിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഒട്ടേറെ കാഴ്ചകളും അറിവുകളും നേടിയാകും നാം കുന്നിറങ്ങുക. ഒരൊറ്റ യാത്രയിൽ ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാന മൃഗവും പക്ഷിയും പൂവും എല്ലാം കണ്ടേക്കാവുന്ന അപൂർവ യാത്രയാണ് വാലി ഓഫ് ഫ്ലവേഴ്സിലേത്. പുരാണങ്ങളിലൊക്കെ പരാമർശമുണ്ടെങ്കിലും വാലി ഓഫ് ഫ്ലവേഴ്സ് അടുത്ത കാലം വരെ ആരും അറിയാതെ കിടക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ 1931 ബ്രിട്ടീഷ് പർവ്വതാരോഹകനായ ഫ്രാങ്ക്സ് എസ് സ്മിത്ത് ഈ താഴ്വര കണ്ടെത്തുന്നത്. അദ്ദേഹവും കുറച്ച് ഷേർപ്പകളുമൊക്കെ ചേർന്ന് ഒരു പർവ്വതാരോഹണത്തിനായി പുറപ്പെട്ടതായിരുന്നു. വലിയൊരു കൊടുമുടി കീഴടക്കി തിരിച്ചു വരുന്ന വഴിയിൽ അവർ വഴി തെറ്റിയാണ് യഥാർത്ഥത്തിൽ ഈ താഴ്വരയിലെത്തുന്നത്. പൂക്കളിങ്ങനെ മൂടിക്കിടക്കുന്ന ഈ താഴ്വാരം കണ്ടപ്പോൾ ഫ്രാങ്ക്സ് എസ് സ്മിത്താണ് യഥാർത്ഥത്തിൽ ഇതിന് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന പേര് നൽകിയത്.
പുരാണങ്ങളോളം പഴക്കമുള്ള ഈ താഴ്വാരത്തെ പുതിയ കാലത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് അദ്ദേഹമാണ്. അതുകൊണ്ട് വാലിയിലെത്തുന്ന നമ്മൾ ഈ പാശ്ചാത്യൻ പർവ്വതാരോഹകനുമായി കടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. മറ്റൊരു കാര്യം, നേരത്തെ ഈ പ്രദേശത്തേക്ക് ആളുകൾ ഒട്ടും പോവാറുണ്ടായിരുന്നില്ല. തദ്ദേശീയരായ ജനങ്ങൾ ഈ താഴ്വാരത്തേക്ക് പോകാതിരിക്കാനുള്ള കാരണമായി പറയപ്പെടുന്നത് ഈ ദേവതകളുടെ ഒരു താഴ്വാരമാണിത് എന്ന പേരിൽ അങ്ങോട്ട് വിലക്കുകൾ ഏർപ്പെടുത്തുകയായിരുന്നു. കാരണം ഈ താഴ്വരയിലേക്ക് എത്തിപ്പെട്ടാൽ ഒരു പക്ഷേ മാദക ഭംഗിയുള്ള ഈ പുൽമേട് നിങ്ങളെ മോഹാലസ്യപ്പെടുത്തിയേക്കാം എന്നായിരുന്നു പ്രാദേശികമായ ആ വിശ്വാസം. ഏതായിരുന്നാലും ഇന്നിവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയുടെയും മനസ്സ് കീഴടക്കുന്ന ഒരു ഹിമാലയൻ പുൽമേടാണ് വാലി ഓഫ് ഫ്ലവേഴ്സ്.